ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സബ്രീന. ഇന്നിതാ ഒരു നല്ലൊരു സ്നാക്കുമായിട്ടാണ് വന്നത്. ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ചിക്കൻ്റെ ഒരു ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായി കട്ട് ചെയ്യാം. ഞാനിത് വേവിച്ചെടുത്തതാണ്. ഉപ്പ്, മഞ്ഞൾ, മുളക്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നമ്മൾ നോർമലി വേവിക്കുന്ന പോലെ വേവിച്ച് അതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുത്തതാണ് ചിക്കന്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഇനി ഇതാ പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു ചെറിയ സവാളയും 2 പച്ചമുളകും ഇട്ട് പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇട്ട് കൊടുത്ത് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വാടി അതിൻ്റെ ആ പച്ച മണം മാറുന്ന സമയത്ത് നമ്മൾ ഇതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത്. ഒരുപാട് മസാലയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ നന്നായി ഇളക്കിയ ശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഒന്നുകൂടെ ഇളക്കിയെടുക്കാം. ഇപ്പോൾ ചിക്കൻ എല്ലാം നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു മസാലയൊക്കെ നന്നായി പിടിച്ച് ഒരു ചെറിയ ഫ്രൈ പോലെ ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് വേണ്ടത്. ഇനി ഇതിലോട്ട് ഒരു ചെറിയൊരു ക്യാപ്സിക്കം ചേർത്തിട്ടുണ്ട്. ഇനി ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഓവറായിട്ട് ആ കെച്ചപ്പിൻ്റെ ടേസ്റ്റ് വരുന്നില്ല. അപ്പോൾ അത് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കെച്ചപ്പൊക്കെ ഇങ്ങനെ തോന്നില്ല, ഒരുപാട് തട്ടിയിട്ടാണ് കേട്ടോ അത് കുറച്ചെങ്കിലും വന്നത്. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബട്ടർ ഓപ്ഷനാണ്. ഇതിടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ആ ഒരു ചിക്കനെല്ലാം നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റുമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ലാസ്റ്റായിട്ട് മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം ഇട്ട് മിക്സാക്കിയ ശേഷമാണ് ഓർമ്മ വന്നത് ഉപ്പിട്ടില്ല എന്ന്. സാരമില്ല, നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ മിക്സാക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറവ് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി റെഡിയാക്കി. ഇനി നമ്മൾക്ക് ഇതിനായിട്ട് ഒരു ബാറ്ററും കൂടി റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് തന്നെ ഈ വെള്ളം കൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു കട്ടിയിലായിട്ടുണ്ട്. ഇത്രയും ലൂസിലാണ് വേണ്ടത്. ഇനി ഇതിലും ഉപ്പിടണം. ഉപ്പ് ചേർക്കാൻ ഇവിടെയും വിട്ടുപോയിട്ടാണ്. ചില സമയത്ത് ചില റെസിപ്പി ഉണ്ടാക്കുമ്പോൾ ഉപ്പിടാൻ വിട്ടുപോകുന്നത് എന്താണെന്നറിയില്ല. അപ്പോൾ ഉപ്പ് ഇട്ട് നന്നായി മിക്സാക്കി നമ്മുടെ ബാറ്ററും റെഡിയായി. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഓരോ കയ്യിലിൻ്റെ അളവിനനുസരിച്ചിട്ടുള്ള ഒരു ബാറ്റർ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കുക. നല്ല തിന്നാക്കിയിട്ട് എടുക്കാൻ നോക്കണം. അപ്പോൾ ഇത് നല്ല കട്ടിയിലായതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഒരുപാട് നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന രീതിയും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ഭാഗം ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് ചെറിയൊരു കളർ മാറ്റം വരുന്ന സമയത്താണ് ഇതെടുക്കുന്നത്. നല്ലോണം മാറാൻ നിൽക്കുന്നില്ല. ചെറിയൊരു കളർ മാറിയോ മാറിയില്ലേ എന്നുള്ള ആ ഒരു സമയത്ത് ഞാനിതിൽ നിന്ന് എടുക്കും. അങ്ങനെ ആക്കുമ്പോൾ കുറച്ച് ഒരു കട്ടിയായിട്ട് വരും കേട്ടോ. ഈ ദോശ പോലെയുള്ളത് കുറച്ചൊരു ഹാർഡായിട്ടുണ്ടാവും. നല്ലോണം സോഫ്റ്റ് ആവുന്നില്ല. അങ്ങനെ സോഫ്റ്റ് ആയി കഴിഞ്ഞാലാണ് നമുക്കത് പെട്ടെന്ന് യൂസ് ആക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് 2 സൈഡും ആ ഒരു രീതിയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ബാറ്റർ ഇതുപോലെ ദോശയാക്കി റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദോശയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു കപ്പിൽ നിന്ന് 5 ദോശയാണ് കിട്ടിയത്. അപ്പോൾ ഇത് നമ്മൾക്ക് ഈ ഒരു രീതിയിലാക്കിയാൽ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഈ ദോശ ഇങ്ങനെ വെക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് കോൺഫ്ലവർ പൊടിയൊക്കെ ഒന്ന് വിതറി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഈ ഒരു രീതിയിൽ തന്നെ വെക്കാട്ടോ. അപ്പോൾ ഇതൊന്നും ഒട്ടിപ്പിടിക്കില്ല. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഓരോ ദോശൻ്റെ ഇടയിലും പൗഡർ വിതറി കൊടുത്തിട്ട് കവറിലാക്കി വെക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ തന്നെ അതിൻ്റേതായിട്ട് ഇടാം. അപ്പോൾ കുറച്ച് നാളത്തേക്കൊക്കെ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാനും പറ്റും. ഇനി നമ്മുടെ ഈ ഒരു ദോശൻ്റെ ഒരു സൈഡായിട്ട് നമ്മൾ ഈ ഒരു പണ്ടം ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ റോളൊക്കെ റെഡി ആയിട്ടുണ്ട്. കഴിഞ്ഞില്ല കേട്ടോ, ചെറിയ പണിയും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഇതിന് ബാക്കിയുള്ള ദോശയും കൂടി ഇതുപോലെ റോൾ ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ റോളെല്ലാം ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആവശ്യം മുട്ടയാണ്. ഒരു മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. മുട്ടയിലോട്ട് കുറച്ചൊന്ന് ഉപ്പ് വിതറി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഓരോ റോളും എടുത്ത് ഈ ഒരു മുട്ടയിലോട്ട് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് എല്ലാ ഭാഗത്താക്കിയ ശേഷം ബ്രെഡ് ക്രംസും കൂടി ഇതിലേക്ക് ആക്കി കൊടുക്കാം. ബ്രെഡ് ക്രംസ് നന്നായിട്ടൊന്ന്
വറുത്ത് പൊടിച്ചെടുത്ത ബ്രെഡ് ക്രംസാണ് കേട്ടോ. നമ്മൾ ബ്രെഡിൻ്റെ പൊടി മാത്രം പൊടിക്കുന്നതല്ല, അത് പൊടിച്ച് നല്ലോണം വറുത്ത് നല്ല ബ്രൗൺ കളറാകുന്ന വരെ വറുത്ത് പൊടിച്ചെടുത്തതാണ്. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ്. അങ്ങനെ ഞാൻ റെഡിയാക്കിയെടുത്ത ബ്രെഡ് ക്രംസാണ്. ഇങ്ങനത്തെ ബ്രെഡ് ക്രംസിലാക്കുമ്പോൾ ഒന്നുകൂടെ ക്രിസ്പി ആയിട്ടുണ്ടാവും. ഇതുപോലെ ബ്രെഡ് ക്രംസ് എല്ലാം റെഡിയാക്കി വെച്ചാൽ നമ്മൾ സ്നാക്കെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് ഒന്നുകൂടെ ഈസിയാവും. നമ്മളിത് ബ്രെഡിനെ കൊണ്ട് മാത്രമല്ല ഈ ഒരു ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ പറ്റുന്നത്, റൊട്ടീനെ കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുമില്ല. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഇനി നമ്മൾ നല്ല ചൂടായ എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാം. നല്ല ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ 4 സൈഡും ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ബോക്സ് ടൈപ്പായിട്ടുള്ള ഒരു സ്നാക്കായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമാവും, ഉറപ്പാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം അറിയിക്കണേ. ഇത് നമ്മൾക്ക് ഫ്രൈ ചെയ്യാതെയും നമ്മൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു മസാല ഇട്ട് ഒന്ന് റോൾ ചെയ്താൽ തന്നെ നമുക്ക് ഓയിലൊന്നും ഇല്ലാതെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി നല്ല ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്ക്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.